ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മിക്കപ്പോഴും എന്താണ് പല സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ കമ്പനിയുടെ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഷെയർ പ്രൈസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അത് ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഫൈനാൻഷ്യൽസിൽ നല്ല ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് വന്നിട്ടില്ല. അപ്പം ഇതുപോലെയുള്ള 3 കമ്പനികളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഈ ഒരു ഡിസ്കണക്ട് വരുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് കൂടി നമ്മൾ നോക്കുന്നതാവും. അതുപോലെ ലാസ്റ്റ്ലി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതായിരിക്കും ഇതൊരു ഒരു റിസർച്ച് ഓപ്പർച്യൂണിറ്റി ആണോ, അതോ ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റ് റിസ്ക് സിനാരിയോ മാത്രമാണോ എന്നുള്ളതും കൂടി നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വന്ന് ഇന്ത്യാമാർട്ട് ഇന്റർമെഷ് ലിമിറ്റഡ് ആണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 17% CAGR വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 29% CAGR-ലും. എന്നാൽ ഇവിടെ സ്റ്റോക്ക് CAGR നമ്മൾ നോക്കിയാൽ ജസ്റ്റ് 5% മാത്രമാണ്. അപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽസിൽ ഗ്രോത്ത് കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മാർക്കറ്റ് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? ഇപ്പം കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ B2B മാർക്കറ്റ് പ്ലേസ് ആണ്. ഇത് മാർക്കറ്റ് പ്ലേസും സപ്ലൈ ഡിസ്കവറിക്കും സഹായിക്കുന്നുണ്ട്, സ്റ്റോർ ഫ്രണ്ട്സ്, CRM പോലത്തെ പല ഫീച്ചേഴ്സ് വഴി. അപ്പം ഈ ഒരു ഡിസ്കണക്റ്റിന്റെ മെയിൻ കാരണം സബ്സ്ക്രൈബർ ഗ്രോത്ത് ആയിരിക്കുമോ? അപ്പോൾ കമ്പനിയുടെ പെയ്ഡ് സപ്ലൈസ് 2.18 ലാഖിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇയർ ഓവർ ഇയർ ജസ്റ്റ് 1% മാത്രം ഗ്രോത്തോടെ. അപ്പോൾ ഇവിടെ സപ്ലൈസ് കൂടുതൽ സ്റ്റേ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് സിൽവർ ടയറിലും ഇത് വളരെ കൂടുതലാണ്. ഒരു മാസത്തിൽ തന്നെ 7% വരെ സപ്ലൈസ് കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ഫസ്റ്റ് ഇയറിൽ തന്നെ റീറ്റെയിൻ ചെയ്യാതെ പോവുകയാണ്, അതായത് ആക്റ്റീവായിട്ട് പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനൊരു കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുന്നതാവാം. ഇപ്പൊ 2022 മാർച്ചിൽ മാർജിൻ 49% നിന്ന് 39% കുറഞ്ഞപ്പോൾ അതിൽ ആവറേജ് റവന്യൂ പെർ യൂസർ 44,000 രൂപയിൽ ഫ്ലാറ്റ് ആയിട്ട് നിന്നപ്പോഴും സ്റ്റോക്ക് ആദ്യമായിട്ട് ഡി റേറ്റിംഗ് വഴി നേരിട്ടു. അപ്പം ഇത് കാരണം കോവിഡ് പീക്ക് ലെവലിൽ നിന്ന് 45x വരെ താഴെ പോയി. അതിനുശേഷം ഒക്ടോബർ 2024 വരെ സ്റ്റോക്ക് അറൌണ്ട് മീഡിയം ലെവൽ വരെ മൂവ് ചെയ്തു. എന്നാൽ വീക്ക് സപ്ലൈസ് അതുപോലെ തന്നെ സോഫ്റ്റ് കളക്ഷൻസ് കാരണം വീണ്ടും ഡി റേറ്റിംഗ് സംഭവിച്ചു. ഇപ്പൊ 2025 ജാനുവരി ആയപ്പോഴേക്കും കാര്യങ്ങൾ ഇവിടെ കുറച്ചും കൂടി മോശമായി. കാരണം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സപ്ലൈസ് ഇവിടെ ഡിക്ലൈൻ ആയി. അപ്പൊ ഇതിന്റെ മുകളിൽ കോമ്പറ്റീഷൻ കൂടി വന്നപ്പോൾ ഈ ഒരു സ്പേസ് കുറച്ചും കൂടി ടൈറ്റ് ആയി. റിലയൻസ്, ജസ്റ്റ് ഡയൽ, ഉദാൻ, ആമസോൺ ബിസിനസ് അതുപോലെ ബാക്കിയുള്ളവരെല്ലാം പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ 372 കോടിയിലേക്ക് എത്തി. ഇയർ ഓവർ ഇയർ 12.4% ഗ്രോത്ത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ ഗ്രോത്ത് വന്നതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഓൾറെഡി പേ ചെയ്യുന്ന സപ്ലൈസിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. രണ്ടാമത്തെ ആവറേജ് റവന്യൂ പെർ യൂസർ ഇയർ ഓവർ ഇയർ 9% കൂടിയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം കസ്റ്റമേഴ്സ് കമ്പനിക്ക് വളരെ വാല്യൂബിൾ ആണ്. കാരണം അവർ പെട്ടെന്ന് പ്ലാറ്റ്ഫോം വിട്ടു പോകുന്നില്ല, ഒരുപാട് നാളത്തേക്ക് അവർ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീമിയം സർവീസും അപ്ഗ്രേഡ്സും വാങ്ങാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇവിടെ കസ്റ്റമറിൽ നിന്ന് കൂടുതൽ റവന്യൂ കിട്ടും. അപ്പൊ ഇവിടെ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12.7% കൂടി 239 കോടിയായി. എംപ്ലോയർ ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12.5% വരെ കൂടി 161 കോടിയായി. അപ്പൊ ഇവിടെ പെർഫോമൻസ് കൂടിയതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഔട്ട്സോഴ്സ് സെയിൽസ് കോസ്റ്റ് വേറൊരു കാറ്റഗറിയിലേക്ക് റീക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഈ ഒരു റീക്ലാസിഫിക്കേഷൻ കാരണം പ്രോഫിറ്റ് നമുക്ക് വലുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊരു പെർമനന്റ് ഗെയിൻ അല്ല, ഇത് ജസ്റ്റ് പേപ്പറിൽ മാത്രം ബെറ്റർ ആയിട്ട് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കറന്റ് ഇമ്പാക്ട് മ്യൂട്ടഡ് ആണ്. അപ്പൊ കമ്പനി ഇവിടെ ഗ്രോത്ത് മോഡലിലേക്ക് മാറുമ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ നാച്ചുറലി കൂടും. സോ എക്സ്പെൻസ് ഇവിടെ പതുക്കെ കൂടാനായിട്ട് തുടങ്ങും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.9% കൂടി 133 കോടിയായി. പക്ഷെ മാർക്ക് ചെറുതായിട്ട് ചുരുങ്ങി 35.9% എത്തി. അത് ഒരു സ്ട്രോങ് പുഷ് നൽകുന്നുണ്ട്. 73.6% കൂടി 92 കോടിയായി. അപ്പൊ ഇതുകൊണ്ട് ബോട്ടം ലൈൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് 35.1% കൂടി 154 കോടിയായി. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 696 ബേസിസ് പോയിന്റ്സ് കൂടി 41.4% വരെ എത്തി. ഇനി ഇവിടുത്തെ ഗ്രോത്ത് ഔട്ട്ലുക്ക് എന്താണ്? ഇപ്പൊ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് 2026 ഫൈനാൻഷ്യൽ ആവറേജ് റവന്യൂ പെർ യൂസർ 5 മുതൽ 9% വരെ വളരുമെന്നാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ 8% CAGR പോലെ. ഇപ്പം എല്ലാ ഗ്രോത്തും ആവറേജ് റവന്യൂ പെർ യൂസറിൽ നിന്നാണ് വരുന്നത്. കാരണം ന്യൂ കസ്റ്റമർ അഡീഷൻസ് സ്ലോ ആണ്. ഇപ്പോൾ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം കസ്റ്റമേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിൽ 50% മാത്രമാണ് അവര്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ റവന്യൂവിൽ 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സ്ട്രോങ് റീടെൻഷനും അതുപോലെ കൂടുതൽ സർവീസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ റെഡിയാണ്. ഇപ്പൊ ആഡ് ബഡ്ജറ്റ് പെർ ക്വാർട്ടർ 10 കോടിയാണ് ക്യാപ്പ് ചെയ്തേക്കുന്നത്. അതായത് റവന്യൂവിന്റെ 2.7%. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ എൻക്വയറീസ് കൂട്ടാൻ, അതുപോലെ കൺവേർഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ ബോൺസ് 2788 കോടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോൺ കറന്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് 420 കോടിയും. എന്നാൽ CFO/NP റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം CFOന്റെ ഗ്രോത്ത് സ്ലോ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ മാർട്ടിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന മെയിൻലി സെയിൽസ് മുതൽ മാർക്കറ്റിംഗിന് വേണ്ടി ചെലവാക്കുന്നതിൽ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ്. അതുപോലെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിന്റെ ഒപ്പം സെക്ടറൽ ഡിസ്റപ്ഷൻസും നിലവിലുണ്ട്. അപ്പം നിലവിലെ എബിറ്റ മാർജിൻ 36%, പക്ഷേ സസ്റ്റൈനബിൾ ഗൈഡൻസ് 32 മുതൽ 33% നൽകിയേക്കുന്നത്. ഇപ്പോൾ ലോങ് ടേമിൽ ആഡിന് വേണ്ടി ചെലവാക്കുന്ന റവന്യൂവിന്റെ 5% വരെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. നിലവിൽ നമ്മൾ എന്താണ് നെറ്റ് അഡീഷൻസ് മ്യൂട്ടഡ് ആണ്, കാരണം നിലവിലെ കസ്റ്റമേഴ്സ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ മുകളിൽ റവന്യൂ കോൺസെൻട്രേഷനും കൂടുവാണ്. ഇപ്പോൾ ടോപ്പ് 10% കസ്റ്റമേഴ്സ് റവന്യൂയിലേക്ക് 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 വർഷം മുമ്പ് ഇത് 40% ആയിരുന്നു. അപ്പോൾ ഇതെന്താണ് കോൺസെൻട്രേഷൻ റിസ്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ MSME സ്ലോ ഡൗൺ, പുതിയ B2B പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മാക്രോ ഷോക്സ് ഇന്ത്യ മാർട്ടിന്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വന്ന് ആവാസ് ഫൈനാൻഷ്യറീസ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ 5 വർഷത്തിൽ ആവാസ് 21% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതുപോലെ 18% പ്രോഫിറ്റ് CAGR. എന്നാൽ സ്റ്റോക്ക് 4% CAGR മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ 13% ഡൗൺ ആയിരുന്നു. ഇപ്പം ആവാസ് ഒരു ഹൗസിംഗ് ഫൈനാൻസ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് മോഡൽ സിമ്പിൾ ആണ്. അതായത് മിഡിൽ ക്ലാസ് മുതൽ ലോവർ മിഡിൽ ക്ലാസ് ഉള്ളവർക്ക് അഫോർഡബിൾ ഹൗസിംഗ് ലോൺസ് നൽകുക എന്നതാണ്. മെയിൻലി ഇന്ത്യയിലുള്ള റൂറൽ അതുപോലെ സെമി അർബൻ ഏരിയാസിലേക്ക്. അപ്പോൾ പ്രൈസ് ഇടിയാനുള്ള കാരണം ബോറോയിങ് കോസ്റ്റ് കൂടുന്നോണ്ടാവാം. അപ്പോൾ ഇത് കാരണം സ്പ്രെഡ് ഫൈനാൻഷ്യൽ 2018 5.36% നിന്ന് ഫൈനാൻഷ്യൽ 2025 4.89% കുറഞ്ഞു. ഇവൻ ഇവിടെ എന്താണ് ഈൽഡ് കൂടുന്നുണ്ടെങ്കിലും. അപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും 8.28% നിന്ന് 7.64% കുറഞ്ഞു. 2025 ഫൈനാൻഷ്യലില് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 22% വളർന്നു, ഇൻട്രസ്റ്റ് ഇൻകം ഗ്രോത്തിനേക്കാളും. RBI 2023 നവംബറിൽ റിസ്ക് വെയിറ്റ് ഹൈക്ക് ചെയ്തു. പിന്നെ ഏപ്രിൽ 2025 നിന്ന് ലേറ്റ് റോൾ ബാക്ക് എഫക്റ്റ് ആയി. അപ്പൊ ഇത് കൂടുതലും ഫണ്ടിങ് കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അപ്പൊ ഇത് പ്രൈസ് ഡിക്ലൈൻ ആവാൻ വേണ്ടിയിട്ട് കാരണമായി. 2025 ഫൈനാൻഷ്യലില് AUM ഗ്രോത്ത് 18% ആയിരുന്നു. ഇൻഡസ്ട്രി ആവറേജ് ആയി 25%-നേക്കാളും കുറവ്. കമ്പനിയുടെ AUM ഗ്രോത്ത് ഇയർ ഓവർ ഇയർ 16% വരെ കുറഞ്ഞു. പിന്നെ 2026 ഫൈനാൻഷ്യലില് മാനേജ്മെന്റ് ഗൈഡൻസ് 20 മുതൽ 25% നിന്ന് 18 മുതൽ 20% വരെയായിട്ട് കുറഞ്ഞു. അസറ്റ് ക്വാളിറ്റിയിൽ സ്ട്രെസ് വിസിബിൾ ആയിരുന്നു. ഇപ്പോൾ ഗ്രോസ് സ്റ്റേജ് 3, അതായത് 90 ദിവസത്തിലധികം ഓവർഡ്യൂ ആയിട്ടുള്ള ലോൺസ്, അതായത് NPA കേസസ് ഒക്കെ ഇവിടെ കൂടി. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ഇത് 1.22 ആയി. ഇപ്പോൾ ക്വാർട്ടർ 14 ബേസിസ് പോയിന്റ്സ് കൂടി. പിന്നെ 1+ ഡേയ്സ് പാസ് ഡ്യൂ, അതായത് ഒരു ദിവസം മാത്രം ഓവർഡ്യൂ ആയിട്ടുള്ള ലോൺസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഏർണിംഗ് വാർണിംഗ് സിഗ്നൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ NPA ആവാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് 76 ബേസിസ് പോയിന്റ്സ് കൂടി 4.15% ആയി. ഇപ്പം മാനേജ്മെന്റ് ഇത് സീസണലാണെന്നാണ് വിളിക്കുന്നത്. അതുപോലെ ജൂലൈ 2025 ആകുമ്പോഴേക്കും നോർമലൈസ് ആകുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ നെറ്റ് ഇൻകം 354 കോടിയാണ്. ഇയർ ഓവർ ഇയർ 15.7% ഗ്രോത്തോടെ. ഇപ്പോൾ ലോൺ ഇൻട്രസ്റ്റ് ഇൻകം 15.8% കൂടി 560 കോടിയായി. എന്നാൽ FD ഇൻകം ഇവിടെ ചെറുതായിട്ട് കുറഞ്ഞു. ഇനി നമ്മൾ എക്സ്പെൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ പ്രഷർ കുറച്ച് കൂടുതലാണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 15.8% കൂടി 274 കോടിയായി. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 19.8% കൂടി 164 കോടിയായി. അതുപോലെ ക്രെഡിറ്റ് കോസ്റ്റ് 31.2% കൂടി 11.3 കോടിയായി. അപ്പൊ ഇത് കാരണം പാറ്റ് 10.8% മാത്രം വളർന്ന് 139 കോടിയായി. അപ്പൊ ഇതിന്റെ അർത്ഥം ടോപ്പ് ലൈൻ ഗ്രോത്ത് സ്ട്രോങ് ആയിരുന്നു, എന്നാൽ പ്രോഫിറ്റബിലിറ്റി കോസ്റ്റ് കാരണം സ്ലോ ആയി. ഇനി നമ്മൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2026 ഫൈനാൻഷ്യൽ ആവാസ് 18 മുതൽ 20% AUM ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ മാനേജ്മെന്റ് പറയുന്നത് 2027 ഫൈനാൻഷ്യൽ മുതൽ ഓപ്പറേഷൻസ് ഒന്ന് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും 20 മുതൽ 25% ഗ്രോത്ത് പേസ് പിടിക്കും. ഇപ്പോൾ ലോഗിൻസ് ഇവിടെ എന്താണ് ഇയർ ഓവർ ഇയർ 17% വളർന്നു. അപ്പോൾ ഇത് സ്ട്രോങ് ഹൗസിംഗ് ഡിമാൻഡാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കോർ മാർക്കറ്റിൽ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് അപ്രീസിയേഷൻ ഹെൽത്തി ആണെന്ന് മാനേജ്മെന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ബേഴ്സ്മെന്റ് മന്ത്ലി 550 മുതൽ 600 കോടി റേഞ്ചിൽ സ്റ്റെബിലൈസ് ചെയ്തു. അപ്പോൾ കമ്പനി 2026 ഫൈനാൻഷ്യലിൽ 20%-ലധികം ഡിസ്ബേഴ്സ്മെന്റ് ഗ്രോത്ത് നേടുന്നതിൽ കോൺഫിഡന്റ് ആണ്. ഇപ്പോൾ ബ്രാഞ്ച് എക്സ്പാൻഷൻ ഫ്രണ്ട് ലോഡഡ് ആണ്. അതായത് 2026 ഫസ്റ്റ് ഹാഫിൽ 10 പുതിയ ബ്രാഞ്ച് തമിഴ്നാട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. മിത്ര അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് പോലത്തെ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി മൊമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോമൺ സർവീസ് സെന്റേഴ്സ് കൊണ്ട് മാത്രം മന്ത്ലി 1000-ലധികം ലോഗിൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഓപ്പറേഷണൽ മെട്രിക്സ് നമ്മൾ നോക്കുമ്പോൾ AUM 20,700 കോടിയാണ്. ഇയർ ഓവർ ഇയർ 16% കൂടി. എന്നാൽ ഡിസ്ബേഴ്സ്മെന്റ് റെക്കഗ്നൈസേഷൻ പോളിസി ചേഞ്ച് കാരണം ക്വാർട്ടർ 43% ഇടിഞ്ഞു. റിട്ടേൺ ഓൺ അസറ്റ് ROE 2.9% കുറഞ്ഞു. അതുപോലെ ROE 12.6%. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ ESOP കോസ്റ്റ് കാരണം അസറ്റ് ക്വാളിറ്റി വീക്കായി. ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഗ്രോസ് സ്റ്റേജ് 3 1.22% വരെ പോയി. അതിൽ 1+ ഡേ പാസ് ഡ്യൂ 4.15% കൂടി. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഡിക്ലൈനിങ് അസറ്റ് ക്വാളിറ്റിയിൽ നിന്ന് പല റിസ്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, MP അതുപോലെ കർണാടകയുടെ പാർട്സിൽ sub 5 lakh ടിക്കറ്റ്
സെഗ്മെന്റ് ഉള്ളിൽ. ബോറോവറിന്റെ പ്രൊഫൈല് വൾണറബിൾ ആണ്, 60% സെൽഫ് എംപ്ലോയിഡ് ആണ്. റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലുള്ളവർ കൂടുതൽ എക്കോണമിയിൽ വീക്കർ സെക്ഷനിലേക്കാണ് വരുന്നത്. പ്ലസ് ഇവിടെ എന്താണ് സ്പ്രെഡ് കുറയുന്നതിനുപരി കോൺസെൻട്രേഷൻ റിസ്ക് ഇവിടെ കൂടുതലാണ്. ഇപ്പൊ രാജസ്ഥാൻ മാത്രം AUMന്റെ 33% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടോപ്പ് 3 സ്റ്റേറ്റ്സ് 65% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മിക്സ് അതുപോലെ തന്നെ റീജിയണൽ ഡിപെൻഡൻസി ക്ലിയർ റിസ്ക് ഫാക്ടർ ആണ് ഇവിടെ. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി വന്ന് KNR കൺസ്ട്രക്ഷൻ ആണ്. കഴിഞ്ഞ 5 വർഷത്തിൽ അവരുടെ സെയിൽസ് 14% CAGR വളർന്നിട്ടുണ്ട്. അതിൽ പ്രോഫിറ്റ് 32% CAGR. എന്നാൽ സ്റ്റോക്ക് ഇവിടെ 10% CAGR മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിൽ 42% ഡൗൺ ആയിരുന്നു. അപ്പം ഇതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അവരുടെ സെക്ടർ നമുക്ക് നോക്കാം. അപ്പൊ KNR ഒരു റോഡ് ആൻഡ് ഹൈവേ ഫോക്കസ് EPC പ്ലെയർ ആണ്. അപ്പൊ ഇവരുടെ മെയിൻ ക്ലയൻസ് NHAI അതുപോലെ തന്നെ PWDs ആണ്. അപ്പം ഈ ഒരു ഡിക്ലൈൻ്റെ ആദ്യത്തെ കാര്യം സെക്ടർ വൈഡ് സ്ലോ ഡൗൺ ആണ്. അതുപോലെ തന്നെ എന്താണ് ടൈറ്റ് NHAI നോംസും ആണ്. അപ്പോൾ ഇത് കാരണം ഓർഡർ ഇൻഫ്ലോസും മിസ്സായി, വാല്യുവേഷൻ ഡീറേറ്റഡ് ആയി. പിന്നെ 2025 ഫൈനാൻഷ്യൽ ആനുവൽ റിപ്പോർട്ട്സിൽ റിസീവബിൾസ് 33% കൂടി. അതുപോലെ റിയലൈസേഷൻ വിത്ത് മോർ ദാൻ 1 ഇയർ 2723% കൂടി. അതായത് 21 കോടിയിൽ നിന്ന് 600 കോടിയായി. ഇതിന്റെ ഒപ്പം Q1 ഫൈനാൻഷ്യൽ 2026 വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് Q4 ഫൈനാൻഷ്യൽ 2025 93 ദിവസത്തിൽ നിന്ന് 169 ദിവസമായിട്ട് കൂടി. അപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ 2000 കോടിയുടെ ട്രേഡ് റിസീവബിൾസ് കാരണമാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് കൂടിയത്. അപ്പൊ ഇതിൽ 1300 കോടി ഇറിഗേഷൻ പ്രോജക്റ്റിൽ നടത്തിയ പണിയും വേറെ ചില പ്രോജക്ട്സ് പെൻഡിംഗ് ആയിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് ഇവിടെ 1300 കോടിയുടെ റിസീവബിൾസ് കളക്ഷൻ പ്രോജക്റ്റിൽ സ്റ്റക്ക് ആണ്. അപ്പോൾ മാർച്ച് 2023 തൊട്ട് കളക്ഷനും പെൻഡിംഗ് ആണ്. ഇപ്പൊ Q1 ഫൈനാൻഷ്യൽ 2026 സെയിൽസ് 37.8% കുറഞ്ഞ് 613 കോടിയായി. അപ്പൊ പഴയ പ്രോജക്ട് ഓൾമോസ്റ്റ് ക്ലോസ് ആയി. പുതിയ HAM അല്ലെങ്കിൽ EPC കോൺട്രാക്ട് ഫുൾ സ്പീഡിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ പെർഫോമൻസ് കുറച്ച് മ്യൂട്ടഡ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 34% ഇടിഞ്ഞു. എന്നാൽ കോസ്റ്റ് കൺട്രോളോടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 29.9% ഇംപ്രൂവ് ആയി. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് 26% കുറഞ്ഞ് 123 കോടിയായി. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 20.1% ഇംപ്രൂവ് ആയി. പ്ലസ് ഈ അടുത്ത് DIS അവരുടെ സ്റ്റേക്ക് ഇവിടെ കുറച്ചു. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫ്യൂച്ചർ അപ്സൈഡിനായിട്ട് നമുക്ക് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മൈനിങ് സെക്ടറിലേക്ക് ഇവിടെ കയറുന്ന വലിയൊരു സ്ട്രാറ്റജിക് നീക്കമാണ്. ഇപ്പോൾ ജൂൺ 2025 കമ്പനിക്ക് NTPCയിൽ നിന്ന് ഓൾമോസ്റ്റ് 4800 കോടിയുടെ ജാർഖണ്ഡ് കോൾ ബ്ലോക്ക് കോൺട്രാക്ട് ലഭിച്ചു. അപ്പോൾ ഇത് ടോട്ടൽ ഓർഡർ ബുക്കിന്റെ 43% ഉണ്ട്. അതുപോലെ 2027 ഫൈനാൻഷ്യൽ തൊട്ട് ആനുവലി 700 കോടി വരാനായിട്ട് ഇത് തുടങ്ങും. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ക്യാപെക്സ് 2 മുതൽ 3 കോടി മാത്രമായിരുന്നു. എന്നാൽ മൈനിങ്ങിൽ 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 300 മുതൽ 400 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 2025 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഓൾമോസ്റ്റ് 8.5%. ഇപ്പോൾ 2026 ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് 10,000 മുതൽ 12,000 കോടിയുടെ ഓർഡർ ഇൻഫ്ലോ ആണ്. ഇപ്പം 2025 ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് വളർന്നു. എന്നാൽ CFO നെഗറ്റീവ് ആയി. കാരണം റിസീവബിൾസ് കൂടി, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ കളക്ഷൻ ഇവിടെ സ്ലോ ആയി, റിസീവബിൾസ് കൂടി. അതേസമയത്ത് ബോറോയിങ്സ് 89% കൂടി, മെയിൻലി ലോങ് ടേം ബോറോയിങ്സ്. അപ്പോൾ ഇത് മെയിൻലി വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെ പ്രൊജക്ട് ഫണ്ട് ചെയ്യാനായിട്ടായിരുന്നു ഉപയോഗിച്ചത്. അതുപോലെ ഈ ഒരു ബിസിനസ്സിന് റിസ്ക് ഉണ്ട്. അപ്പോൾ 2026 ഫൈനാൻഷ്യൽ റവന്യൂ ഗൈഡൻസ് 2000 മുതൽ 2500 കോടിയായിട്ട് കുറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെക്കാളും 10 മുതൽ 15% കുറവാണ്. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തോലെ NHAI റെഗുലേഷൻസിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടിയത് കമ്പനിയുടെ റവന്യൂ ഗൈഡൻസിന് നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. പ്ലസ് മ്യൂട്ടഡ് എക്സിക്യൂഷൻ അതുപോലെ എക്സിക്യൂട്ടബിൾ ഓർഡർ ബുക്കും കാരണമാണ്. അപ്പോൾ ഓർഡർ ബുക്ക് ടു സെയിൽസ് റേഷ്യോ 1.5x ആണ്. അപ്പൊ ഇൻഡസ്ട്രിയിലെ ലോവസ്റ്റ് ആണിത്. അപ്പൊ ഇറിഗേഷൻ റിസീവബിൾസ് മേജർ റിസ്കിലാണ്. അപ്പൊ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ റിസീവബിൾസ് സ്റ്റക്ക് ആയത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിനെ വീണ്ടും മോശമാക്കിയിട്ടുണ്ട്. അപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് 93 ദിവസത്തിൽ നിന്ന് 169 ദിവസമായിട്ട് കൂടിയിട്ടുണ്ട്. കൂടാതെ മൈനിങ് നിയർ ടേം EBITDA മാർജിൻ 100 മുതൽ 200 ബേസിസ് പോയിന്റ്സ് വരെ കുറയാൻ വേണ്ടി സാധ്യതയുണ്ട്. ഗൈഡഡ് 13 മുതൽ 14% എന്ന ലെവലിൽ നിന്ന്. കാരണം ഹൈവേ അല്ലെങ്കിൽ ഇറിഗേഷനേക്കാളും ഇവിടെ മാർജിൻ കുറവാണ്. സോ ഇതാണ് റവന്യൂ അതുപോലെ പ്രോഫിറ്റ് കൺസിസ്റ്റന്റ്ലി വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ്. എന്നാൽ ഷെയർ പ്രൈസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രോത്ത് ഇതുവരെ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണോ അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പ് ആണോ? കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.